ഏവർക്കും സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. ബിസിനസ്സിൽ റിലേഷനാണ് റിയൽ അസറ്റ്. ബന്ധങ്ങൾ നിർമ്മിച്ചാണ് വളർച്ചയുടെ വഴികൾ തുറക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും ആദ്യം ചിന്തിക്കുന്നത് ഇതാണ്: വലിയ മൂലധനം, തിളങ്ങുന്ന ബ്രാൻഡ്, അത്യാധുനിക മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. പക്ഷേ അതിൻ്റെയൊക്കെ മുകളിലായി നമ്മൾ മറന്നു പോകുന്ന ഒന്നുണ്ട്. സത്യമായും നമ്മെ ഉയർത്തുന്ന ബിസിനസ് ആസ്തി എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ് വർത്ത്. പോർട്ടഗാലെ എന്ന വിജയിച്ച ബിസിനസ്സുകാരൻ്റെ വാക്കുകളാണ്. അതായത്, നിങ്ങൾക്ക് എത്ര പണമുണ്ടെന്നല്ല, എത്ര ബന്ധങ്ങളുണ്ടെന്നതാണ് നിങ്ങളുടെ മൂല്യം. വലിയ അഗാധമായ ഐഡിയയെക്കാളും വിശ്വസനീയമായ വ്യക്തിത്വമാണ് നാം ഏവരും വളർത്തിയെടുക്കുന്നത്. ഇന്നത്തെ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റ് നിങ്ങളുടെ ഉൽപ്പന്നത്തെ നോക്കുന്നതിൻ്റെ മുൻപേ നോക്കുന്നത് നിങ്ങൾ ആരാണ് എന്നാണ്. നിങ്ങളും കസ്റ്റമറും തമ്മിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾ ഫോൺ എടുക്കുന്നവനാണോ, മറുപടി നൽകുന്നവനാണോ, അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ളവർ ബന്ധത്തിൻ്റെ അടിത്തറയിലുള്ളവരാണ്. നമുക്ക് ബിസിനസ് വളർത്തണമെങ്കിൽ ആദ്യം നല്ല പേര് വേണം, നല്ല കൂട്ടായ്മ വേണം. ഡിയർ ഫ്രണ്ട്സ്, റെഫറൽ ഈസ് ദ ന്യൂ അഡ്വർടൈസിംഗ്. മോർ പബ്ലിസിറ്റി എന്ന് നമ്മൾ പറയാറില്ലേ? അത് തന്നെയാണ് ഇന്ന് നിങ്ങളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത്. തീർച്ചയായും വലിയ മാർക്കറ്റിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, അവരോടൊപ്പം ചെയ്യുന്നതേ വിശ്വാസമുള്ളൂ എന്ന് ഒരു സന്തുഷ്ട ക്ലയൻറ്റ് പറയണം. അത് തന്നെ പുതിയ കസ്റ്റമറെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. The people do business with people they know, like and trust. ആളുകൾ ബിസിനസ് ചെയ്യുന്നത് ആർക്കൊപ്പമാണ് എന്ന് നോക്കുമ്പോൾ അവർ അറിയുന്ന, ഇഷ്ടപ്പെടുന്ന, വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഹ്യൂമൻ കണക്ഷൻ ഈവൺ ഇൻ ഡിജിറ്റൽ ഏജ്. ഡിജിറ്റൽ സാങ്കേതികത ഈ ലോകം എത്ര മുന്നോട്ട് പോയാലും ബിസിനസിന്റെ മർമ്മം എപ്പോഴും അൺചേഞ്ച്ഡ് ആണ്. അത് ഇവിടുത്തെ മനുഷ്യബന്ധങ്ങളാണ്. ഒരു ചെറിയ വീഡിയോ കാണിച്ചാലോ, ഒരു മെസ്സേജ് അയച്ചാലോ, ഒരാളെ സ്നേഹത്തോടെ ഫോളോ അപ്പ് ചെയ്താലോ അത് അയാളുടെ ഒരു സവിശേഷതയായി തോന്നുന്നു. നല്ല ക്യാരക്ടറുള്ള വ്യക്തികളാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്സ്, റിലേഷൻഷിപ്പ് ഈസ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് പലരുമായി ഒരിക്കൽ സംവദിച്ചിട്ട് വിജയമില്ലാതെ പോയേക്കാം. പക്ഷേ ബന്ധം നിലനിർത്തിയാൽ അവർ വരാതിരിക്കുന്ന കാലത്ത് നമുക്ക് തിരിച്ചു വരും. ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഡോണ്ട് കൗണ്ട് ട്രാൻസാക്ഷൻസ് ബട്ട് ബിൽഡ് റിലേഷൻഷിപ്സ്. ഇന്നത്തെ വിറ്റുവരവിനേക്കാൾ നാളത്തെ വിശ്വാസം മൂല്യമുള്ളതാണ് എന്ന് നാം ചിന്തിക്കണം. അതുപോലെ തന്നെ എംപതി സെൽസ് മോർ ദാൻ പ്രൊഡക്റ്റ്. നമ്മൾ ഉൽപ്പന്നം വിൽക്കുന്നതിന് മുമ്പേ നാം ചിന്തിക്കണം, അവർ എന്താണ് ആവശ്യപ്പെടുന്നത്, അവർക്കുള്ള കോണ്ടെക്സ്റ്റ് എന്താണ് എന്ന്. നിങ്ങളൊരു ചെറിയ പ്രശ്നം കേട്ട് അവരുടെ നിലയിൽ ചിന്തിച്ച് ഒരു ഹെൽപ്ഫുൾ സൊല്യൂഷൻ നൽകി അയക്കുമ്പോൾ അത് ലൈഫ് ലോങ് കണക്ഷനാണ്. ശരിയല്ലേ? ഇന്ന് ഞാൻ ഒരു നിർവചനം പറഞ്ഞു തരാം. ബിസിനസ് ഈസ് ഈക്വൽ ടു ഹ്യൂമൻ ടു ഹ്യൂമൻ, H2H. ഇത് B2B അല്ലെങ്കിൽ B2C ആണോ എന്നല്ല കാര്യമായിട്ടുള്ളത്. ഏതായാലും ഒടുവിൽ സംസാരിക്കുന്നതും വിശ്വസിക്കുന്നതും ഒരു മനുഷ്യനാണ് എന്ന് വിചാരിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തീരും. പ്രിയമുള്ളവരെ, behind every business decision there is a human emotion. ഒരു ബിസിനസ് തീരുമാനത്തിന് പിന്നിൽ ഒരാളുടെ ഭാവനയോ വിശ്വാസമോ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവണം. അപ്പോഴേ യഥാർത്ഥ വിജയത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ.
പിന്നെ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ബ്രിഡ്ജ് ഓഫ് ട്രസ്റ്റ് എന്നാണ് നാം പഠിക്കേണ്ട പ്രധാന ഭാഗം. നമുക്ക് ബന്ധം നിലനിർത്താൻ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. ഫോൺ കേൾക്കുക, മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക തുടങ്ങിയവ അതിൽ പ്രധാനമാണ്. ചുരുങ്ങിയ മറുപടി നൽകാതെ സ്നേഹത്തോടെ പ്രതികരിക്കുക. ആവശ്യത്തിന് സമയമെടുത്ത് ഫോളോ അപ്പ് ചെയ്യുക. ഇതൊക്കെയും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പ്രധാനം തന്നെയാണ്. ഈ ചെറിയ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബ്രാൻഡ് കെട്ടിപ്പടുക്കുന്നത്. നിങ്ങളുടെ ബ്രാൻഡ് ഈസ് ഈക്വൽ ടു നിങ്ങൾ എങ്ങനെ ഒരു വ്യക്തിയെ അനുഭവപ്പെടുത്തുന്നു എന്നതാണ്. കൊളാബറേറ്റ്, ഡോണ്ട് കോമ്പീറ്റ് ബ്ലൈൻഡ്ലി. കൂടിച്ചേരുക, പങ്കുവയ്ക്കുക, റഫറൽ എടുക്കുക. ഇതോരോന്നും കൂട്ടായ്മയുടെ ഭാഗമാണ്. മറ്റുള്ളവരിൽ നിന്നും പഠിക്കാനുള്ള മനസ്സും ആളുകൾക്ക് അവകാശം കൊടുക്കുന്ന ശൈലിയും നമുക്ക് കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ സഹായിക്കുന്നു. കൊളാബറേഷൻ ഈസ് എ ന്യൂ കോമ്പറ്റീഷൻ. പോരായ്മയേക്കാൾ കൂടുതൽ കരുത്താണ് കൂട്ടായ്മ എന്ന കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോയാൽ എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുന്നു. അവസാനമായി 2 പോയിന്റ്. റിലേഷൻഷിപ്സ് ബിൽഡ് റെപ്യൂട്ടേഷൻ, ട്രസ്റ്റ് ആൻഡ് റവന്യൂ. നമുക്ക് റവന്യൂ വേണമെങ്കിൽ ആദ്യം റെപ്യൂട്ടേഷൻ വേണം. അത് ഉണ്ടാക്കിയെടുക്കുന്നത് റിലേഷണൽ കൺസിസ്റ്റൻസി കൊണ്ടാണ്. വർഷങ്ങളായി ഒരേ രീതിയിൽ നല്ല ബന്ധം നിലനിർത്തുന്നവൻ അത് അവൻ വഴി സംരംഭം വളർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ബന്ധം എന്നത് ഒരു റിയൽ അസറ്റാണ്. അവസാനമായി ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളടക്കം ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വാല്യൂ ദാരിദ്ര്യത്തിലാക്കാതെ സമീപിക്കൂ. നിങ്ങൾ സംസാരിക്കുന്നത് ലാഭം കൊയ്തെടുക്കാനല്ല, മറിച്ച് വ്യക്തികളെ സമൂലമായി മാറ്റാനാകട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിരുകൾ ഉണ്ടാവില്ല. തീർച്ചയായും നിങ്ങളുടെ ബിസിനസ് ഒരാശയമാവില്ല, ഒരു വിജയമായിരിക്കും. അങ്ങനെ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് വിജയത്തിന്റെ പാത തുറന്ന് മികച്ച സംരംഭങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.